ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ത്വലാഖും മുത്തലാഖും എന്നതാണ്. ഞാൻ ഓതി വെച്ച വചനം സൂറത്ത് അഹ്സാബിലുണ്ട്. ഏത് വിഷയത്തിലും നമുക്ക് മാതൃക പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ വിഷയത്തിലും നമുക്ക് മുസ്ലിങ്ങൾക്ക് മാതൃക അദ്ദേഹമാണ്. അക്കാര്യമാണ് സൂറത്ത് അഹ്സാബിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. ലഖദ് കാന ലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഉസ്വത്തുൻ ഹസനത്തുൻ, ഉത്തമമായ മാതൃക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്കുണ്ട് ഉസ്വത്തുൻ ഹസനത്തുൻ, ഉത്തമമായ മാതൃക. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ, ആർക്കാണ് അള്ളാഹുവിന്റെ റസൂലിൽ മാതൃകയുള്ളത്? അള്ളാഹുവിന്റെ വിചാരണയെ നേരിടണം, അള്ളാഹുവിനെ കണ്ടുമുട്ടണം, പരലോകത്തെ വിചാരണ നേരിടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ മാതൃക ഉണ്ട്. അങ്ങനെ ആഗ്രഹിക്കാത്തവർക്ക് മാതൃകയില്ല എന്നാണ് ഖുർആൻ പറയാതെ നമ്മോട് പറയുന്നത്. വദക്കറല്ലാഹ കസീറ, പടച്ച തമ്പുരാനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്കും അള്ളാഹുവിന്റെ റസൂലിൽ മാതൃക ഉണ്ട്. അപ്പൊ ഈ ത്വലാഖിന്റെ വിഷയത്തിലും മുത്തലാഖിന്റെ വിഷയത്തിലും ഒക്കെ നാം മാതൃകയാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയാണ്. റസൂല് മാതൃകയാക്കുന്നത് വിശുദ്ധ ഖുർആനെയാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇന്ന് മുസ്ലിം സമൂഹത്തില് എന്നല്ല, മൊത്തത്തില് ഏക സിവിൽ കോഡ് എന്ന നിലയിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുത്തലാഖ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് രേഖപ്പെടുത്തപ്പെട്ട മുഹമ്മദൻ ലോ എന്ന നിയമം സമ്പൂർണമായും ഇസ്ലാമികമാണ് എന്ന് പറയാൻ പറ്റൂല. ഇസ്ലാമിക നിയമം കൊന്നവനെ കൊല്ലുക, കട്ടവന്റെ കൈമുറിക്കുക പോലെയുള്ള നിയമങ്ങൾ, അതൊക്കെ ഇസ്ലാമിക ഭരണമുള്ളയിടത്ത് മാത്രമേ നടപ്പിൽ വരുത്താൻ പറ്റുള്ളൂ. അതിനുള്ള സാഹചര്യം അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ബഹുസ്വരതയുള്ള വ്യത്യസ്ത സമൂഹങ്ങളും വ്യത്യസ്ത ആചാരങ്ങളും വിശ്വാസങ്ങളും പുലർത്തുന്ന ഇന്ത്യയെ പോലെയുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക നിയമം കൊണ്ടുവരാ എന്നുള്ളത് അത് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. അത് ഇസ്ലാമിക സാഹചര്യത്തിൽ മാത്രമേ അത്തരം നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ആ നിലക്ക് ഇവിടെ എല്ലാവർക്കും കൂടിയുള്ള ഒരു നിയമത്തിന്റെ പരിധിയിലാണ് മുസ്ലിങ്ങൾ ഉൾപ്പെടുന്നത്. പക്ഷെ മുഹമ്മദല്ലോ എന്ന ആ നിയമപ്രകാരം പല നിയമങ്ങൾ ഇവിടെ ഉണ്ട്. ആ നിയമത്തിൽപ്പെട്ട ഒന്നാണ് മുത്തലാഖ്. പക്ഷെ അത് ഖുർആനിനോടും സുന്നത്തിനോടും നീതി പുലർത്തുന്ന നിയമമല്ല. 3 ത്വലാഖും ഒന്നായി ചെല്ല എന്നത് വിശുദ്ധ ഖുർആനിനോടോ തിരുസുന്നത്തിനോടോ നീതി പുലർത്തുന്ന ആശയമല്ല അത്. പിന്നെ ചില മദ്ഹബിന്റെ ആളുകള് അതിന് വാശി പിടിക്കുന്നുണ്ട്. 3 ത്വലാഖ് ഒന്നായി ചെല്ലാൻ അത് സംഭവിക്കും എന്ന് കേരളത്തിലെ സുന്നികൾ എന്ന പേരിൽ അവകാശപ്പെട്ട് നടക്കുന്ന ആൾക്കാർ. സുന്നികൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സുന്നത്തെടുത്ത് ജീവിക്കുന്നവരെന്നാ. പക്ഷെ അവർ പ്രവാചകന്റെ സുന്നത്തിലൂടെ അല്ല പോകുന്നത്. അവർ യഥാർത്ഥത്തില് ഏതെങ്കിലും ഒരു ഇമാമിനെ അന്ധമായി അനുകരിച്ച് ജീവിക്കുന്നവരാണ്. അപ്പൊ സുന്നികൾ എന്ന പേരിന് പോലും അവർ അർഹരല്ല. പക്ഷെ ഞങ്ങൾ സുന്നികളാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് യഥാർത്ഥത്തില് ഈ മുത്തലാഖിനെ സാധൂകരിക്കാൻ ശ്രമം നടത്തുന്നത്. അപ്പൊ ഇത് നിയമം കൊണ്ട് അല്ല ഇതിനെ നമ്മൾ നേരിടേണ്ടത്. ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക. 3 ത്വലാഖും ഒന്നായി ചെല്ല എന്ന ഈ സമ്പ്രദായം തന്നെ വിശുദ്ധ ഖുർആനിന് എതിരാണ്, പ്രവാചകചര്യക്കും എതിരാണ്. എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞാൽ പോലും ശരി, ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായിട്ടാണ് ഒരു പണ്ഡിതന്റെ അഭിപ്രായമെങ്കിൽ സഹാബികൾ പോലും പ്രമാണത്തിന് എതിരാണ്.
പുറത്താണ് എന്ന് കഴിഞ്ഞ പ്രസംഗങ്ങളിൽ നമ്മൾ ഒരുപാട് തെളിവുകളോട്. ഇനി ഞാൻ ത്വലാഖ് എന്താണ്, മുത്തലാഖ് എന്നാണെന്ന് വേർതിരിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ത്വലാഖ് എന്നാൽ അതിന്റെ ഒരു പര്യായ പദമാണ് ഇർസാൽ. ഇർസാൽ എന്നാൽ പിരിച്ചയക്കുക എന്നാണ്. അതായത് വിവാഹ ബന്ധത്തിൽ നിന്നൊരു സ്ത്രീയെ തിരിച്ചയക്കുന്നതിനാണ് ത്വലാഖ് എന്ന് ഇസ്ലാം സാങ്കേതികമായി പറയുന്നത്. സൂറത്ത് ഹജ്ജ് 78-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞത് മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, ഈ ദീനില് ഇസ്ലാം മതത്തില് ജനങ്ങൾക്ക് യാതൊരു വിഷമവും നാം ഉണ്ടാക്കിയിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നത്. പല മതങ്ങളിലും വിവാഹം ചെയ്തതിന് ശേഷം കണ്ണീര് കുടിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിലുണ്ട്. ഇത് നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എല്ലാ മതവിഭാഗത്തിലുണ്ട്. ചില മതവിഭാഗക്കാർക്ക് തലാഖ് ചെല്ലല് നിഷിദ്ധമാക്കപ്പെട്ട ആളുകളുണ്ട്. ഇതിന്റെ അർത്ഥം ഇഷ്ടം പോലെ തലാഖ് അല്ല എന്നുള്ളതല്ല. അപ്പൊ ഈ നിലയ്ക്ക് ഇസ്ലാം മതം പ്രകൃതി മതാണ്. അത് മനുഷ്യന് ദുനിയാവിലും ആഖിറത്തിലും, പരലോകത്തും ദുനിയാവിലും ഭൗതിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും നന്മയാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയും മതത്തിന്റെ പേരിൽ വിഷമിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ തത്വം. ആ തത്വം അനുസരിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, ഈ ദീനിൽ നിങ്ങൾക്ക് ഒരു വിഷമവും നാം ഉണ്ടാക്കിയിട്ടില്ല. വിവാഹം എന്നത് ഒരു തമാശയല്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ഒരു തമാശ പറയുന്ന രീതിയിലുള്ള ഒരു കരാറല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാ 21-ാം വചനത്തില് വിവാഹത്തെ സംബന്ധിച്ച് അള്ളാഹു അരുളിയത് വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള, നിങ്ങളിൽ നിന്നും ശക്തമായ ഒരു കരാറിനെയാണ് നാം സ്വീകരിച്ചിട്ടുള്ളത്. ശക്തമായ കരാറ് എന്നാണ് വിവാഹം. അപ്പൊ കരാറിന് വളരെ ബലമുണ്ട്. ഒരു വിവാഹമോചനം നടക്കുന്നത് ഏത് സന്ദർഭത്തിലാ? ഒരു നിലക്കും തന്റെ ഭാര്യയെ തനിക്ക് താൻ പറയുന്ന ആ രീതിയിൽ അവൾ ജീവിക്കാൻ സന്നദ്ധമല്ല. അതായത് അന്യായമായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ഒരു നിലക്കും അവൾ ഉണ്ണാൻ തയ്യാറല്ല. അതുപോലെ പിന്നെ ഒരു കുടുംബജീവിതം ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഒന്നുകിൽ ആത്മഹത്യ നടക്കും, അല്ലെങ്കിൽ കൊലപാതകം നടക്കും എന്നൊക്കെ ഭയപ്പെടുന്ന സന്ദർഭത്തിലാണ് ഇസ്ലാം വിവാഹമോചനം അനുവദിച്ചിട്ടുള്ളത്. അതും രണ്ട് സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഒരാളും പുരുഷന്റെ ഭാഗത്തുനിന്ന് ഒരാളും മധ്യസ്ഥന്മാരായി അവർ തീരുമാനിക്കണം വിവാഹമോചനം എന്നാണ് നിയമം. അങ്ങനെ പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ പോലും ശരി, ഇസ്ലാമില് വിവാഹമോചനം സംഭവിക്കും എന്നതൊരു വസ്തുതയാണ്. അവർ രണ്ടുപേർക്കും ഇടയിൽ ഭിന്നിപ്പ് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പ് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം, പുരുഷന്റെ ഭാഗത്തുനിന്ന് ഒരു വിധികർത്താവിനെയും സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഒരു വിധികർത്താവിനെയും നിങ്ങൾ നിയോഗിക്കണം. അവർക്കിടയിൽ സുല്ലുണ്ടാക്കണം. ഇനി ആ സുല്ലുണ്ടാക്കിയിട്ട് ഒരു നിലക്കും യോജിച്ചു പോകൂല. ഇനി ഇവരിൽ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ആത്മഹത്യ ആയിരിക്കും, അല്ലെങ്കിൽ കൊലപാതകമായിരിക്കും എന്ന് ഭയപ്പെടുന്ന ആ സന്ദർഭത്തിലാണ് വിവാഹമോചനം ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു നിലക്കും തന്റെ ചെൽപ്പടിക്ക് കീഴിൽ നിൽക്കാൻ അവള് സന്നദ്ധയല്ല, ഒരു നിലക്കും അനുസരിക്കുന്നില്ല, അവള് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാണെന്ന് ഇത്തരം സന്ദർഭത്തില് പുരുഷനെ സംബന്ധിച്ചിടത്തോളം നരക ജീവിതമായിരിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇസ്ലാം വിവാഹമോചനം അനുവദിച്ചിട്ടുള്ളത്, അല്ലാതെ ഒരു തമാശ എന്ന നിലക്കല്ല. ഇനി ഈ വിഷയത്തില് തലാഖിനെ അങ്ങേയറ്റം മോശപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി അസ്സ വജല്ല അത്തലാഖു, അള്ളാഹുവിന്റെ അടുക്കല് അനുവദനീയമായ കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും കോപമുള്ളത് തലാഖാണ് എന്നൊരു ഹദീസ്. അബ്ഗദുൽ ഹലാലി, ഹലാലിൽ ഏറ്റവും കോപമുള്ളത്, അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ളത്.
അനുവദനീയാണ്, പക്ഷെ അള്ളാഹ് ഏറ്റവും കോപിക്കുന്ന ഒരു കാര്യമാണ്. അതേതാ? ത്വലാഖ. ഇത് അബൂദാവൂദ്, ഹാക്കിം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. പക്ഷെ ഈ ഹദീസ് ആശയപരമായും എല്ലാവരും, നമ്മളെ എല്ലാ പ്രബോധകന്മാരും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണിത്. ഈ ആരെങ്കിലും ഇതിന്റെ പരമ്പര ഈ ഹദീസിന്റെ സിഹത്തിനെ സംബന്ധിച്ച് പരിശോധിച്ചവർ വളരെ കുറവാന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മളിത് ഇങ്ങനെ എല്ലാവരും ഇന്ന് കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ഹദീസിനെ സംബന്ധിച്ചുള്ള അവസ്ഥ എന്താ? ഈ ഹദീസ് ആശയപരമായും നിദാനശാസ്ത്രപരമായും പെശക. ആശയപരമായി പെശക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും കോപ്പുള്ള ഒരു കാര്യം ഹലാലാവൂല. അതന്നെ അള്ളാഹ് ഏറ്റവും കോപിക്കുന്ന ഒരു കാര്യം ഒരിക്കലും നമുക്ക് അനുവദനീയല്ല. ഒന്നതാണ് അതിലുള്ളത്. രണ്ട്, ഈ ഹദീസ് മുർസലാണെന്നാണ്. മുർസല് പറഞ്ഞ പരമ്പര മുറിഞ്ഞതാ. പരമ്പര മുറിഞ്ഞ ഹദീസ്, മുർസലായ ഹദീസ്, മുൻകത്തിയായ ഹദീസ് തെളിവിന് കൊള്ളൂല എന്ന പണ്ഡിതന്മാരുടെ, ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം അതാണ്. റജ്ജഹ അബൂ ഹാത്തിം ഇർസാലുഹു. ഈ ഹദീസ് മുർസലാണെന്ന് അബൂ ഹാത്തിം ഫലപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് എന്നാണ് തൗളീഹുൽ അഹ്കാമി മിൻ ബുലൂഗുൽ മറാം 5-ാം വാല്യം 478-ാം പേജിൽ പറയുന്നു. അതുപോലെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു മുഹദ്ദിസായിരുന്നു നാസിറുദ്ദീൻ അൽബാനി എന്ന പണ്ഡിതൻ. അദ്ദേഹം നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം ഈ ഹദീസിനെ കുറിച്ച് വഴീഫാണെന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ തർഗീബ് വ തർഹീബ് എന്ന ഗ്രന്ഥം 2-ാം വാല്യം 25-ാം പേജില് ഈ ഹദീസ് എന്താണ്? വഴീഫ്, ദുർബലാണ്, തെളിവിന് കൊള്ളൂല എന്നാ പറയുന്നത്. അപ്പോ അള്ളാഹുവിന് ഏറ്റവും കോപ്പുള്ള കാര്യം ഹലാലാവൂല എന്ന് മാത്രല്ല, ഈ ഹദീസ് മുൻകത്തിയാണെന്ന് പണ്ഡിതാഭിപ്രായം. അതുപോലെ വഴീഫാണ്, ദുർബലാണ് എന്നൊക്കെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോ ത്വലാഖ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇസ്ലാം പ്രകൃതി മതമാണ്. ഒരു മനുഷ്യനെ ആജീവനാന്തം കണ്ണീരൊടുപ്പിക്കുന്ന സമ്പ്രദായം ഇസ്ലാമിലില്ല. ഏതിനും ഇസ്ലാമിൽ ഒരു പോംവഴി ഉണ്ടാവും. ഒരു നിയമമല്ലേ, അത് മറ്റുള്ള മതങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യം ഇസ്ലാമിലുമാണ്. ഒരു നിയമം അല്ലെങ്കിൽ മറ്റൊരു നിയമം ഉണ്ടാകും. ചില സന്ദർഭത്തിൽ ത്വലാഖ് നിർബന്ധാകും ഇസ്ലാമില്. അത് അള്ളാഹ് കുഴപ്പമുണ്ടാവുമോ? എപ്പോഴാ നിർബന്ധാകുക? എന്റെ ഭാര്യ മറ്റൊരു പുരുഷന്റെ ഒപ്പം പോയി സുഖജീവിതം നയിക്കാം. ഈ വ്യക്തി എന്ത് ചെയ്യണം? അതിൽ 2 കുട്ടികളുണ്ടായി. അപ്പം ത്വലാഖ് ഇല്ലാത്ത കാലത്തോളം ആ കുട്ടി വന്നതാ. ആ സന്ദർഭത്തിൽ ത്വലാഖിൽ നിർബന്ധ. അതുപോലെ വേറൊരാളുടെ ഭാര്യ മുർത്തദ്ദായി, മതഭ്രഷ്ടയായി, അതോടുകൂടി ത്വലാഖ് ഓട്ടോമാറ്റിക്കായി പോയി. അതുപോലെ ഒരാള് വിവാഹം കഴിച്ച സ്ത്രീ കളവ് നടത്തുക, നിരന്തരമായിട്ട് ഭർത്താവിന്റെ പണം കക്കുകയാണ്, ഏതെങ്കിലും നിലക്കായിക്കോട്ടെ, കക്കുക, സമ്മതമില്ലാതെ എടുത്തിട്ട് ദൂർത്തടിക്കുകയാണ്. എത്ര പറഞ്ഞിട്ടൊന്നും നടക്കില്ല. ആ കുടുംബം സാമ്പത്തികമായി തകരാണ്. ഈ സന്ദർഭത്തില് അവന് ത്വലാഖ് ചെല്ലല് അവന് അനിവാര്യമാണ്. പിന്നെ അള്ളാഹ് കോപ്പുള്ള ത്വലാഖുണ്ട്. ഒരു കാരണമില്ലാതെ ത്വലാഖല്ലൽ അള്ളാഹ് കോപ്പ. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അനുവദനീയമായ ഏത് കാര്യത്തിലും അതിന്റെ പരിധി വിടുമ്പോ അള്ളാഹ് കോപ്പുണ്ടാവും. അത് ത്വലാഖിന്റെ വിഷയത്തിൽ മാത്രമല്ല. അത് മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ചില സന്ദർഭങ്ങളിൽ ത്വലാഖ് ചെല്ലാനുള്ള അധികാരം അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഏറ്റവും കോപ്പുള്ള കാര്യമാണെങ്കിൽ ആ അള്ളാഹുവിന്റെ പ്രവാചകനോട് തന്റെ ഭാര്യമാർ ത്വലാഖല്ല എന്ന് പറയില്ലോ. അതാണ് സൂറത്ത് അഹ്സാബ് 28-ാം വചനം. ഈ ആയത്തിനെ തന്നെ പറയുന്നത് ആയത്തു തഖ്യീർ എന്നാണ്. എന്താണ് ആയത്തു തഖ്യീർ? സ്വാതന്ത്ര്യമുള്ള ആയത്ത്, വചനം. എനിക്ക് ത്വലാഖ് ചൊല്ലാനും ചൊല്ലാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ആയത്തിന്റെ അർത്ഥം. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയ വസീനതഹാ ഫതആലൈന ഉമത്തിഉകുന്ന വഉസജ്ജിഹുകുന്ന സറാഹൻ ജമീലാ. യാ അയ്യുഹൻ നബിയ്യു, പ്രവാചകരെ, കുല്ലി അസ്വാജിക, താങ്കളുടെ ഭാര്യമാരോട് പറയണം. എന്ത് പറയണം?
ഇൻ കുന്തുന്ന തുരിദനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, നിങ്ങൾ ദുനിയാവിനെയും അതിന്റെ അലങ്കാരത്തെയുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഫതആലൈന, നിങ്ങൾ വരിക, ഉമത്തിയക്കുന്ന, നിങ്ങൾക്ക് ഞാൻ സൗകര്യം ചെയ്തു തരാം, ഉസരിക്കുന്ന, നിങ്ങളുടെ വിവാഹബന്ധം മുഴുവൻ ഞാൻ വേർതിരിച്ചു തരാം, നിങ്ങളെ തലാഖ് ചൊല്ലിത്തരാം, സറാഹൻ ജമീല, ഭംഗിയായ നിലക്കുള്ള നല്ലതായ നിലയിൽ നിങ്ങളൊക്കെ ഞാൻ വിവാഹമോചനം ചെയ്തു തരാം എന്ന് നബിയെ ഭാര്യമാരോട് പറയണം. ഇതിന്റെ അവസ്ഥ എന്താ? ഈ ആയത്തിന്റെ അവതരണ സന്ദർഭം എന്താ? ഒരിക്കല് നബിയുടെ ഭാര്യമാരെല്ലാവരും കൂടി പ്രവാചകനെ ഒരു മുറിയിലിരുത്തി വിഷമിപ്പിച്ചു. ഒരു ഭാര്യ പറയുന്നു, നബിയെ, എന്റെ അടുപ്പിൽ തീ മൂട്ടിയിട്ട് മാസങ്ങളോളായിട്ടുണ്ട്. മറ്റൊരു ഭാര്യ പറയുന്നു, എനിക്ക് വസ്ത്രമില്ല. വേറൊരു ഭാര്യ പറയുന്നു, എനിക്ക് ഭക്ഷണത്തിന് താങ്കൾ നൽകിയത് പോരാ. ഇങ്ങനെ ഒരുപാട് പരാതികൾ ഈ വിഷയത്തിൽ അബൂബക്കർ റളിയല്ലാഹു തന്റെ മകളെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകളെയും അടിക്കാൻ വരുമ്പെട്ടപ്പോൾ നബി തടഞ്ഞു. ഈ വിഷയത്തിലാണ് പ്രവാചകന്റെ ഭാര്യമാർക്കെതിരില് ഈ വചനം ഇറങ്ങുന്നത്. സൂറത്ത് അഹ്സാബിലെ 78-ാം വചനത്തില് നബിക്ക് ദുനിയാവിനെ മാത്രം ആഗ്രഹിക്കുന്ന ഭാര്യമാരെ ത്വലാഖ് ചെല്ലാൻ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള വചനമാണ് സൂറത്ത് അഹ്സാബിലെ 28-ാം വചനം. അപ്പോ അള്ളാഹ് കോപ്പുള്ള കാര്യമല്ല, കാരണം ഇല്ലാത്ത ത്വലാഖ് അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അത് അള്ളാഹ് കോപ്പുള്ളത് തന്നെയാണ്. പക്ഷെ മൊത്തത്തിൽ എല്ലാ ത്വലാഖും അള്ളാഹ് കോപ്പുള്ളത് എന്ന ഹദീസ് അത് ശരിയല്ല. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ നിലക്ക് പ്രവാചകനെ ഒരു റിപ്പോർട്ട് പ്രകാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ എന്നവരെ ഒരിക്കൽ പ്രവാചകൻ ത്വലാഖ് ചൊല്ലുകയും തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതാണ്. അള്ളാഹു കോപ്പുള്ള ഒരു കാര്യം നബി ചെയ്യുമോ? ഒരിക്കലും ചെയ്യൂല. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അബ്ദുള്ളയോട് തന്റെ ഭാര്യയെ ത്വലാഖെല്ലാം കൽപ്പിക്കാൻ പിതാവ് ഇതെന്ന് പറഞ്ഞാൽ ത്വലാഖ് പൂർവ്വ കാലത്ത് തന്നെ ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരിക്കല് വീട്ടിൽ വന്നിട്ട് ഇസ്മായിൽ എന്ന തന്റെ സന്താനം വിവാഹം കഴിച്ചിരുന്നു. അങ്ങനെ അവിടെ വന്നവർക്ക് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിൽ വന്നപ്പോൾ ഭാര്യയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പന്തികേടായി തോന്നുകയും ഈ ഉമ്മർപ്പൊടി മാറ്റണം എന്ന് അദ്ദേഹത്തോട് പറയാൻ ഏൽപ്പിക്കുകയും ചെയ്തു. ഉമ്മർപ്പൊടി മാറ്റണം എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യ ശരിയല്ല. ഇത് പൂർവികമായിട്ട് തന്നെ ഉള്ളതാണ്. മനുഷ്യ ജീവിതത്തിൽ അവന്റെ അത്താണിയ ഭാര്യ ഇത് ഒരിക്കലും നന്നാകാത്തൊരു സാധനമാണെങ്കിൽ ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം വഹി ഉണ്ടാവും. അപ്പൊ മൂപ്പര് എങ്ങനെ പെട്ടെന്ന് പറഞ്ഞത് എങ്ങനെ പറഞ്ഞത് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, പ്രവാചകനാ. അപ്പൊ ആ നിലക്ക് അള്ളാഹു ചില സന്ദർഭങ്ങളിൽ, വിഷമിക്കുന്ന സന്ദർഭങ്ങളിൽ ത്വലാഖിന് അനുമതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയെ ത്വലാഖ് ചെല്ലാൻ വേണ്ടി പിതാവ് ഉമർ റളിയല്ലാഹു അൻഹു മകനോട് കൽപ്പിക്കുക. അദ്ദേഹം കൂട്ടാക്കിയില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് എന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ ചെന്നിട്ട് ആവലാതിപ്പെട്ടു, നബിയെ, ഞാൻ എന്റെ മകനോട് അവന്റെ ഭാര്യ പിന്നെ അത്ര പോരാ, അതുകൊണ്ട് ഞാൻ ത്വലാഖ് എല്ലാം പറഞ്ഞിട്ട് അവൻ ത്വലാഖ് ഇല്ലുന്നില്ല എന്ന് പറഞ്ഞ് നബിയോട് ആവലാതിപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പിതാവിനെ അനുസരിക്കാൻ വേണ്ടി പറയുകയും മകൻ ത്വലാഖ് ചെല്ലുകയും ചെയ്ത സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിലുള്ളതാ. ഈ സംഭവം ശറഹ് അബീ ദാവൂദ് ഔനുൽ മഅബൂദ് എന്ന ഗ്രന്ഥം 6-ാം വാല്യം 160-161 പേജ് നോക്കിയാൽ കാണാൻ കഴിയും. ഞാൻ ഉദ്ധരിച്ച സംഭവമായിരുന്നു. ത്വലാഖ് എന്നത് അള്ളാഹുവിന് ഏറ്റവും കോപ്പുള്ള കാര്യമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭാര്യമാരെ ത്വലാഖ് ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകുമായിരുന്നില്ല. നബി തന്നെ ഹഫ്സ എന്ന ഭാര്യയെ അല്പകാലത്തേക്കെങ്കിലും ത്വലാഖ് ചൊല്ലി നിർത്തുമായിരുന്ന പിന്നീട് തിരിച്ചെടുത്തു. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി തന്റെ ഭാര്യയെ ത്വലാഖ് ചെല്ലാൻ കൽപ്പിക്കുമായിരുന്നില്ല. ഈ സംഭവമൊക്കെ നമ്മള് ഹദീസുകളിൽ കൂടി വന്നതാണ്. അതിന്റെ കഥകളല്ല, കൃത്യമായിട്ട് സഹിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് പെണ്ണ്
ഒരു സ്ത്രീ യാതൊരു കാരണവും കൂടാതെ ഭർത്താവിനോട് തലാഖ് ചോദിക്കാൻ പാടില്ല. അങ്ങനെ തലാഖ് ചോദിക്കുന്ന പെണ്ണിനോട് മഹർ പോലും തിരിച്ചു വാങ്ങാനാണ് ഇസ്ലാമിന്റെ നിയമം. മഹർ തിരിച്ചു വാങ്ങാനുള്ള ഏക സന്ദർഭം അതാണ്. ഒരു കാരണവും കൂടാതെ ഭർത്താവിനോട് തലാഖ് ചോദിക്കാം എന്ന് മാത്രല്ല, ശിഹാബ് ഷിത്തന്റെ ഒക്കെ ആളുകള് മുഹദ്ദിസുകള് രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസാണ്. അയ്യുമാ ഇംറാത്തിൻ സഅലത്ത് സൗജഹാ തലാഖൻ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് തലാഖ് ചോദിച്ചാൽ മിൻ ഗൈരി ബഅ്സിൻ, യാതൊരു കുറ്റവുമില്ലാത്ത നിലയിൽ, ഒരാക്ഷേപത്തിനും വിധേയനാകാത്ത ഒരു ഭർത്താവിനോട് ഒരു കാരണവും കൂടാതെ ഏതെങ്കിലും ഒരു പെണ്ണ് തലാഖ് ചോദിച്ചാൽ സ്വർഗത്തിന്റെ വാസന പോലും അവൾക്ക് നിഷിദ്ധമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക. അപ്പോ തലാഖ് ചോദിക്കൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. ഇനി തലാഖിനും ചില മര്യാദകളുണ്ട്, നിബന്ധനകളുണ്ട്, അതിന് ചില സന്ദർഭങ്ങളുണ്ട്. തലാഖിന് സാക്ഷികൾ വേണമെന്നുള്ള ഇസ്ലാമിന്റെ അനിവാര്യമായിട്ടുള്ള ഒരു നിയമം. പക്ഷെ സാക്ഷി ഇല്ലെങ്കിലും തലാഖ് സാധുവാകും. തലാഖും നിക്കാഹ് ഇതൊക്കെ പിന്നെ ഒരാള് ഏത് സന്ദർഭത്തില് പിന്നെ സ്വയം ബുദ്ധിയോടുകൂടി ആ ഉദ്ദേശത്തോടു കൂടി തമാശയായിക്കൊണ്ട് പറഞ്ഞാൽ പോലും അത് സാധുവാകുന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പൊ ഈ നിലക്ക് തലാഖ് ചെല്ലുന്ന ആളുകള് സൂറത്ത് തലാഖ് 2-ാമത്തെ വചനം അതാണ്. തലാഖ് ചെല്ലുമ്പോഴും തലാഖ് ചെല്ലിയ ഭാര്യമാരെ തിരിച്ചെടുക്കുമ്പോഴും നിങ്ങള് 2 നീതിമാന്മാരായ ആളുകളെ സാക്ഷി നിർത്തണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ വിഷയത്തില് ഷിയാക്കൾക്ക് എതിരഭിപ്രായമുണ്ട്. അവരുടെ അഭിപ്രായം ഖാലഫി ദാലിക ഫുഖഹാഉ ഷിയാത്തി വഇൻദഹും അഷ്ഹഹാദത്തു വാജിബു ബിത്തലാഖിൻ വറജഅത്തി. എന്നാല് ഷിയാക്കൾക്ക് എതിരഭിപ്രായമുണ്ട്. അവർക്ക് ഭാര്യയെ തലാഖ് ചെല്ലുമ്പോഴും തിരിച്ചെടുക്കുമ്പോഴും സാക്ഷി നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് രണ്ടും സാധുവാവില്ല. പക്ഷെ ആ അഭിപ്രായം ഹദീസിനില്ല, ഇസ്ലാമിലില്ല. അതിന് കാരണം താഴെ വരുന്ന ഹദീസാണ്. സാക്ഷികൾ ഉണ്ടായാലും സാക്ഷികളില്ലെങ്കിലും ഒരാള് മനഃപൂർവ്വം തലാഖ് ചെല്ലിയാൽ ആ തലാഖ് സംഭവിക്കും. ഒരു സ്ത്രീയെ ഇനി സാക്ഷികളില്ലെങ്കിലും തലാഖ് ചെല്ലിയ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് വെക്കുക. പക്ഷെ ആ ബന്ധം അത് റജഅത്തായിട്ട് അത് തിരിച്ചെടുക്കലായിട്ട് ഇസ്ലാം കണക്കിലെടുക്കുമെങ്കിലും അതിന് ബിദ്അയായ തലാഖ്, ബിദ്അയായ റജഅത്ത് എന്നാ പറയാം. അതായത് അനാചാരപരമായ തലാഖാണ്. ഇസ്ലാം അംഗീകരിക്കുന്ന രീതിയിലുള്ള തലാഖല്ല, അത് കുറ്റകരാണ് അത്തരം. പക്ഷെ അവന്റെ തലാഖ് സാധുവെങ്കിൽ ആ തലാഖ് കുറ്റകരാണ്. അതുപോലെ ഒരു ഭാര്യ ഒരാൾ തലാഖ് ചൊല്ലിയിട്ട് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ ബന്ധം വ്യഭിചാരമായിട്ട് ഇസ്ലാം കണക്കിലെടുക്കുന്നില്ല. പക്ഷെ അവളെ തിരിച്ചെടുത്തിന്റെ പിന്നെ അടയാളമാണ് അവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. പക്ഷെ ആ തിരിച്ചെടുക്കല് വിതളയായ തിരിച്ചെടുക്കല്, കുറ്റകരമായ തിരിച്ചെടുക്കലാണ്, സാക്ഷിയില്ലാതെ തിരിച്ചെടുക്കല്. താഴെ വരുന്ന ഹദീസാണ് അതിന് തെളിവായിട്ട് ഉദ്ധരിക്കപ്പെടുന്നത്. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു സഹാബികളിൽ പ്രമുഖനായ ഒരു സഹാബിയാണ് ഇമ്രാൻ ബിൻ ഹുസൈൻ. ഹുസൈന്റെ മകൻ ഇമ്രാൻ എന്ന് പറയുന്ന അന്നഹു സുഇല അനിർ റജുലി, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, അനിർ റജുലി യുതല്ലിഖു ഇംറാത്തുഹു, ഒരാള് തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലുന്നു, സുമ്മ യഖഉ ബിഹാ, പിന്നെ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, വലം യശ്ഹദ് അലാ ത്വലാഖിഹാ വലാ അലാ റജഅത്തിഹാ, അവളുടെ ത്വലാഖിനോ തിരിച്ചെടുക്കലിനോ സാക്ഷി നിർത്താതെയാണ് രണ്ടും ചെയ്തത്. ത്വലാഖിന് സാക്ഷിയില്ല, തിരിച്ചെടുക്കലിനും സാക്ഷിയില്ല. ആ സാക്ഷിയില്ലാത്ത നിലക്ക് അവളുമായി തലാഖില്ല, അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, ത്വലഖ്ത ലിഗൈരി സുന്നത്തിൻ, നീ തലാഖ് ചൊല്ലിയത് പ്രവാചകന്റെ സുന്നത്ത് അനുസരിച്ചല്ല, കൽപ്പന അനുസരിച്ചല്ല. വറാജഅത ലിഗൈരി സുന്നത്തിൻ, നീ അവളെ തിരിച്ചെടുത്തതും അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും പ്രവാചകന്റെ ചര്യ അനുസരിച്ചല്ല. വശീദ് അലാ ത്വലാഖിഹാ വഅലാ റജഅത്തിഹാ, നീ അവളുടെ ത്വലാഖിലും തിരിച്ചെടുക്കലിനും നീ സാക്ഷി നിർത്തണം.
വലാ താഴത്, ഇതൊരിക്കലും ആവർത്തിക്കരുത്. ഇത് സാധുവല്ല എന്ന് പറഞ്ഞില്ല, ഇതൊരിക്കലും ആവർത്തിക്കരുത്. ഇനി തലാഖില്ലാണെങ്കിലും തിരിച്ചെടുക്കൽ സാക്ഷി വേണം. ഇത് അബൂദാവൂദ് തന്റെ സുനനിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഈ ഹദീസിന് കാര്യത്തിൽ വിമർശകരാരുണ്ടായിട്ടില്ല. അതുപോലെ ആർത്തവമുള്ള സന്ദർഭത്തിൽ സ്ത്രീകളെ ത്വലാഖ് ചെല്ലുന്നത് ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു. ഗർഭിണിയായ അവസ്ഥയിൽ പോലും സ്ത്രീ ത്വലാഖ് ചെല്ലുന്നതിന് വിരോധമില്ല എന്നുള്ള തക്കതായ കാരണം ഉണ്ടെങ്കിൽ വെറുതെ തലാഖല്ലല്ല. അപ്പൊ എന്താ, അന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തല്ലഖ ഇംറഅതു വഹിയ ഹായിളുൻ തത്ലീഖതൻ. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തന്റെ ഭാര്യയെ ആർത്തവമുള്ള അവസരത്തിൽ ത്വലാഖ് ചെല്ലുണ്ടായി. അപ്പൊ ദക്കർദാലിക്ക് ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ആർത്തവമുള്ള സന്ദർഭത്തിൽ തന്റെ മകൻ ഭാര്യയെ ത്വലാഖ് ചെല്ലിയ വിഷയം ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ധരിപ്പിക്കുകയുണ്ടായി. അപ്പൊ കാല, അപ്പോൾ നബി പറഞ്ഞു, മുർഹു ഫൽയുറാജിഉഹ, അവനോട് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് അവളെ തിരിച്ചെടുക്കാൻ പറയൂ എന്ന് അദ്ദേഹത്തിന്റെ പിതാവിനോട് നബി പറയാം. ഫൽയുറാജിഉഹ, അവൻ അവളെ തിരിച്ചെടുക്കട്ടെ. അവള് ശുദ്ധിയായതിനു ശേഷം അവള് ത്വലാഖെല്ലാം പറ്റുള്ളൂ. അശുദ്ധിയുള്ള ആർത്തവമുള്ള സന്ദർഭത്തിൽ പെണ്ണുങ്ങളെ ത്വലാഖെല്ലാം പാടില്ല. ഔ ഹി ഹാനിലുൻ, അല്ലെങ്കിൽ ഗർഭിണിയായ അവസ്ഥയിൽ ചൊല്ലിക്കോട്ടെ, അപ്പൊ ആർത്തവം ഉണ്ടാവില്ല, അപ്പോൾ ശുദ്ധിയുള്ള അവസ്ഥയായിരിക്കും. അപ്പൊ ഗർഭിണിയായ അവസ്ഥയിലോ ശുദ്ധിയുള്ള അവസ്ഥയിലോ ത്വലാഖ് ചെല്ലട്ടെ. അപ്പൊ ആർത്തവാവസ്ഥയില് ത്വലാഖ് ചെല്ലുന്ന ഇസ്ലാം നിർവചിച്ചിരിക്കുന്നു. ഈ ഹദീസ് ഇമാം നസായി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മാജ, അബൂദാവൂദ് ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഇനി അപ്പൊ ഇത് ത്വലാഖിനെ സംബന്ധിച്ച ചെറിയ വിശദീകരണം. ത്വലാഖ് എന്നത് പുരുഷന്മാർക്ക്, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, ത്വലാഖ് എന്നത് പുരുഷന്റെ അവകാശം. അതേ അവസരത്തില് ഇസ്ലാം സ്ത്രീകളോട് എതിരാണ്, അവരുടെ അവകാശത്തെ ഹനിക്കുന്നവരാണ് എന്നൊക്കെയുള്ള ചില സംസാരങ്ങള് കുറെ ലേഖനായിട്ടും പ്രസംഗമായിട്ടും ഒക്കെ നടന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശരിയല്ല. പുരുഷന് സ്ത്രീയെ ഒഴിവാക്കാൻ ത്വലാഖ് എന്ന ഒരു ഉപാധി എങ്കിൽ, സ്ത്രീകൾക്ക് പുരുഷനെ ഒഴിവാക്കാൻ രണ്ട് ഉപാധികൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും, ഒരു വിശദീകരണം. എല്ലാം കൂടി പറയാൻ നമുക്ക് സമയം അനുവദിക്കില്ല. ഒന്ന് ഹുൽഅ, മറ്റൊന്ന് ഫസ്ഖ്. അപ്പൊ ഹുൽഅയിലൂടെയും ഫസ്ഖിലൂടെയും ഭർത്താവിനെ ഒഴിവാക്കാനുള്ള രണ്ട് അവകാശങ്ങളാണ്. പുരുഷന് ത്വലാഖ് മുഖേന ഒരവകാശം നൽകുമ്പോൾ തന്റെ അവകാശം എന്ന നിലക്ക് സ്ത്രീകൾക്ക് രണ്ട് അവകാശമാണ് പുരുഷനെ ഒഴിവാക്കാൻ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്നത്. അപ്പൊ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അനുഷ്ഠിക്കുന്ന മതമല്ല ഇസ്ലാം. ഏതായിരുന്നാലും നമ്മളെ ഇവിടുത്തെ വിഷയം ത്വലാഖ് മാത്രം. ഇനി നമുക്ക് പറയാനുള്ളത് മുത്തലാഖ. ഒരു ഇസ്ലാമിലെ ഒരു ത്വലാഖ് എന്ന് പറയുന്നത് കൃത്യമായ കാരണങ്ങളാൽ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ത്വലാഖ് ചെയ്യും. ആ ത്വലാഖ് ചൊല്ലി 3 മാസം അവൾ ഇരിക്കണം. 3 മാസം എന്ന് പറഞ്ഞാൽ 3 ശുദ്ധികാലം. ഈ 3 ശുദ്ധികാലത്തിനിടയിൽ ത്വലാഖ് ചൊല്ലിയ പുരുഷന് അവളെ തിരിച്ചെടുക്കാൻ അവകാശമുണ്ട്. നിക്കാഹ് കൂടാതെ തന്നെ തിരിച്ചെടുക്കാൻ 2 സാക്ഷികൾ മുഖേന, ഞാൻ എന്റെ ഭാര്യയെ ഇന്നവളെ ഞാൻ ത്വലാഖ് ചൊല്ലിയ എന്റെ ഭാര്യ ഇന്നവളെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു ഇത്രാന്തി എന്ന് പറഞ്ഞിട്ട് അവൻ എഴുതുകയും അതിന് ചോട്ടിൽ 2 സാക്ഷികളും നീതിമാന്മാരായ 2 സാക്ഷികൾ ഒപ്പിടുക. എന്നിട്ട് അത് ഭാര്യയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കോ മഹല്ല് കാദിക്കോ കൊടുക്കുക. അവിടെ നിക്കാഹിന്റെ ആവശ്യമില്ല. ഈ ഇന്ത്യയുടെ കാലഘട്ടത്തിനുള്ളില് പെണ്ണുങ്ങളെ തിരിച്ചെടുക്കുന്നതിന് എന്തിന്റെ ആവശ്യമില്ല? പുതിയൊരു നിക്കാഹിന്റെ ആവശ്യമില്ല. ഈ 3 മാസം 3 ശുദ്ധി കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചെടുക്കുന്നതെങ്കിൽ പുതിയ നിക്കാഹ് വേണ്ടി വരും. അങ്ങനെ ഒരു വട്ടം അങ്ങനെ അവളെ തിരിച്ചെടുത്തു നോക്കുക. അവരുടെ ജീവിതം ഒരു 4-5 കൊല്ലം പിന്നീട് മുന്നോട്ട് പോയി. വീണ്ടും ഇതേ സ്വഭാവം ഒരു നിലക്കോളം നന്നാകാത്തൊരവസ്ഥ വരികയും ഇവൻ അവളെ ത്വലാഖ് ചൊല്ലുകയും ചെയ്തു. ത്വലാഖ് ചൊല്ലിയെന്ന് മാത്രമല്ല, അവൻ വീണ്ടും അവളെ തിരിച്ചെടുത്തു. ഒന്നുകിൽ ഇന്ത്യയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഇന്ത്യ കഴിഞ്ഞതിനേശം നിക്കായോട് കൂടെ തിരിച്ചെടുത്തു നോക്കാം. അപ്പൊ 2 വട്ടം ത്വലാഖായി. ഇതാ ഇസ്ലാം ത്വലാഖിന്റെ ഘട്ടങ്ങൾ നിർണ്ണയിക്കുന്നു.
അല്ല എന്റെ മൂന്ന് ഞാൻ ചൊല്ലിക്കൂടെ അറിയാണ്ട് ഓളോട് പെരുവഴിയിലാക്കലല്ല. അത് ഇസ്ലാമിലില്ല, അതില്ല. അത് ചില തെറ്റിദ്ധാരണ മൂലം പിൽക്കാലത്ത് വന്ന ഖുർആനിന് എതിരാണത്, അള്ളാഹുവിന്റെ റസൂലിനെതിരാണ്. അഹ്ലുസുന്നയുടെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർക്ക് എതിരാണ്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ 3-4 പണ്ഡിതന്മാരും ഇമാമുകളൊന്നും മാത്രമൊന്നുമല്ല. ഇസ്ലാമിലെ അഹ്ലുസുന്ന പണ്ഡിതന്മാരെ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവരാ പണ്ഡിതന്മാരായിട്ട് അംഗീകരിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഇമാമിനെ അന്ധമായി അനുകരിക്കുന്ന പണ്ഡിതന്മാരൊന്നും അഹ്ലുസുന്നത്തിന്റെ ആൾക്കാരല്ല. അപ്പൊ ഈ നിലക്ക് ഇങ്ങനെ 2 ഘട്ടം. മൂന്നാമത് തലാഖ് ചെല്ലുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്നാ അള്ളാഹ് പറഞ്ഞത്. ഖുർആനാണ്, ഏതെങ്കിലും കഥ അല്ലത്. ഇതെന്താ? സൂറത്തുൽ ബഖറ 229 വചനം. സൂറത്തുൽ ബഖറയിലെ 229 വചനത്തിൽ പറയുന്നത് എന്താ? അത്തലാഖു മർറത്താനി, മടക്കിയെടുക്കപ്പെടാവുന്ന ത്വലാഖുകൾ 2 പ്രാവശ്യമാണ്. അതാണ്, അങ്ങനെ തന്നെ ഖുർആൻ പറയുന്നത്. അത്തലാഖ്, ത്വലാഖ് മർറത്താനി. അത്തലാഖ് എന്ന് പറഞ്ഞാൽ അവിടെ മാരിഫയാക്കി പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാവുന്ന, ജലാലയിനെ അടക്കം അങ്ങനെ തഫ്സീർ കൊടുത്തിട്ടുള്ളത്. മുസ്ലിയാക്കന്മാർ ഏറ്റവും അംഗീകരിക്കുന്ന തഫ്സീറാണ് ജലാലയിനി. ആകെ പള്ളി ദർശനം ഓതുന്ന തഫ്സീർ തന്നെയാണ്. അതിൽ വരേതുണ്ട് അത്തലാഖോ, തിരിച്ചെടുക്കാൻ പറ്റാവുന്ന ത്വലാഖുകൾ മർറത്താനി, 2 വട്ട, 2 ഘട്ടായിട്ടാണ്, ഒന്നായിട്ട് 30 അല്ല. മൂന്നാമത് നിങ്ങള് തലാഖ് ചെല്ലുമ്പോ ശ്രദ്ധിക്കണം. മൂന്നാമത് തലാഖ് ചെല്ലുമ്പോൾ ഒന്നുകിൽ അവളെ നല്ല നിലക്ക് പിടിച്ചു നിർത്താൻ ശ്രമിക്കണം. ഔ തസ്രീഹും ബിഇഹ്സാനിൻ, അല്ലെങ്കിൽ നല്ല നിലയിൽ അവളെ തിരിച്ചയക്കണം. തലാഖ് ചെല്ലണം, അവളെ സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചയക്കണം. മൂന്നാമത്തെ വട്ടം. കാരണം എന്താ? മൂന്നാമത്തെ വട്ടം തലാഖ് ചെല്ലിയാൽ ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ ബഖറ 230 വചനത്തിൽ പറഞ്ഞ എന്താ? ഫൈൻ തല്ലഖഹ, മൂന്നാമതും അവളെ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഫലാ തഹില്ലു ലഹു മിൻ ബഅദ് ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു, മറ്റൊരാൾ അവളെ വിവാഹം കഴിച്ച് ന്യായമായ കാരണത്തോട് കൂടി തലാഖ് ചൊല്ലിച്ചല്ലാതെ ആദ്യത്തെ ആൾക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല. മൂന്നാമത്തെ വ്യക്തി 3-ാം വട്ടം തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവളെ തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരാൾ വിവാഹം കഴിക്കുകയും ന്യായമായ കാരണങ്ങളാൽ അദ്ദേഹം അവളെ തലാഖ് ചെല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവിന് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് മൂന്നാമത് തലാഖ് ചെല്ലുമ്പോൾ ഒന്നുകിൽ നല്ല നിലക്ക് അവളെ പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ നല്ല നിലയിൽ അവളെ തിരിച്ചയക്കണം, തലാഖ് ചൊല്ലി അയക്കണം സന്തോഷിപ്പിച്ചുകൊണ്ട്. കാരണം എന്താ? ഫൈൻ തല്ലഖഹ ഫലാ തഹില്ലു ലഹു മിൻ ബഅദ് ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു. സൂറത്തുൽ ബഖറ 230 പേജിൽ പറയുന്നത്, മറ്റൊരു പുരുഷൻ അവളെ വിവാഹം കഴിച്ച് ന്യായമായ കാരണത്തോടു കൂടി ത്വലാഖ് ചൊല്ലിയെങ്കിലല്ലാതെ അവളെ തിരിച്ചെടുക്കാൻ ആദ്യത്തെ ഭർത്താവിന് പറ്റൂല. അപ്പൊ ഇവിടെ മനസ്സിലായല്ലോ, ഏത് ബുദ്ധിയുള്ളവനും മനസ്സിലാവുമല്ലോ. ഒറ്റയ്ക്ക് ത്വലാഖ് ചെല്ലലല്ല ഇസ്ലാം, ഖുർആൻ പറയുന്നത്. ഖുർആന്റെ കൽപ്പന അതാണ്. ഇനി നമ്മളെ ഈ പൗരോഹിത്യം, പഴയ കാലത്ത് നമ്മളെ ഈ സുന്നി മഹല്ലുകളിലൊക്കെ ചടങ്ങ് നിർത്തുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ചടങ്ങ് 3 തലാഖും ചൊല്ലപ്പെട്ട ഒരു വ്യക്തി, ആ തലാഖ് ചൊല്ലിയ വ്യക്തി ചിലപ്പോ ധനാഢ്യനായിരിക്കും. അപ്പൊ ഓനിവിടെ തിരിച്ചെടുക്കാൻ പറ്റൂല. 3 തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ 4-5 മക്കളും ഉണ്ടാവും. ഈ ഒരു സന്ദർഭം വരുമ്പോ എന്ത് ചെയ്യുന്ന അറിയോ? ഏതെങ്കിലും ഒരു വയസ്സനെ പിടിച്ചിട്ട് അഞ്ചിക്ക് ഒരു ദിവസത്തെ നിക്കാൽ മുൻപുരമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓന് കാശും കൊടുത്തിട്ട് പിറ്റേന്നോ തലാഖില്ല. അതിനാ ചടങ്ങ് നിർത്താന്ന്. ഈ ഏർപ്പാട് ഇവിടെ നിർത്തൽ ചെയ്ത ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം. അത് മനസ്സിലാക്കണം. മുജാഹിദിന് ശക്തമായ പ്രബോധനാണ് ഈ ഏർപ്പാട് തന്നെ കേരളം നിർത്തുയത്. ഇവിടെ സകല പുരോഹിതന്മാർ ഇതിന് കൂട്ടുന്ന ആൾക്കാരായിരുന്നു. കേരളത്തിലെ സുന്നി മഹല്ലുകളിലെ മിക്കവാറും, എന്റെ നാട്ടിലൊക്കെ എത്രയോ സംഭവം ചെറുപ്പത്തിൽ എനിക്ക് അനുഭവമുണ്ട്. ഇതൊക്കെ നാട്ടിൽ നടന്നതായിരുന്നു. അപ്പൊ ഈ നിലക്ക് ഇത് വ്യഭിചാരമായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്, ഇത്തരം ചടങ്ങ് നിൽക്കുന്നത്. അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, ഇബ്നു അബ്ബാസ് എന്ന് പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
നിക്കാഹൽ മുഹല്ലില് ചടങ്ങ് നിൽക്കുന്ന കല്യാണത്തെ കുറിച്ച് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു. ആല, അപ്പോൾ നബി പറഞ്ഞു, ലാ, ആ കല്യാണം പറ്റൂല. ഇല്ല നിക്കാഹ റഗ്ബത്തിൻ, സ്ഥിരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തോടു കൂടിയുള്ള വിവാഹമല്ലാതെ ഒറ്റ രാത്രിയുള്ള നിക്കാഹ് ചടങ്ങ് നിൽക്കൽ ശരിയാവൂല. ലാ നിക്കാഹ ദൽസത്തിൻ, വഞ്ചനയുടെ നിക്കാഹല്ല, അത് പറ്റൂല. അത് വഞ്ചനയുടെ നിക്കാഹ്. ചടങ്ങ് നിർത്തുക എന്നുള്ളത് വഞ്ചനയുടെ നിക്കാഹാണ്. വലാ ഇസ്തിഹ്സാ ബി കിതാബില്ല, ചടങ്ങ് നിൽക്കുന്ന വിവാഹം ബന്ധമുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പരിഹസിക്കലാണ്. അതുകൊണ്ടാണ് വലാ ഇസ്തിഹ്സാ ബി കിതാബില്ലാഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പരിഹസിക്കുന്ന കോലത്തിലുമാകുന്നത് നിക്കാഹ്. ആ വിവാഹം കഴിക്കുന്ന വ്യക്തി അവളുടെ മധു ആസ്വദിക്കണം, നുകരണം. ഇതാ റസൂൽ പറഞ്ഞേ. മധു നുകരണം എന്ന് പറഞ്ഞാൽ എന്താ? അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, സ്ഥിരമായിട്ട് അവർ ജീവിച്ചു പോകണം. സാധാരണ നടക്കുന്നത് പോലെ ഒരു നിലക്കും ഭാര്യയുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് ഘട്ടം വരുമ്പോൾ അവനും തലാഖിനെ അവകാശമുണ്ട്. അങ്ങനെ തലാഖ് ചൊല്ലിയാൽ ആദ്യത്തെ ഭർത്താവിന് തിരിച്ചെടുക്കാം. ആ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കാത്ത നിക്കാഹിനെ ചടങ്ങ് നിർത്താം. ഒരിക്കലും നിർത്തുന്നൊക്കെ പറയും. നമ്മുടെ നാട്ടില് ഇപ്പോ അങ്ങനെ നടന്നു വരുന്നില്ല. മുൻകാലങ്ങളിലെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ധാരാളമായി നടന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒക്കെ കോപത്തിനും ശാപത്തിനും ഏതുമാണ് ഈ ചടങ്ങ് നിൽക്കുന്ന വിവാഹബന്ധം. അതിന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം, ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുഹല്ലില വൽ മുഹല്ലില ലഹു. ആർക്ക് വേണ്ടിയാണ് ചടങ്ങ് നിൽക്കുന്നവരെയും ആർക്ക് വേണ്ടിയാണോ ചടങ്ങ് നിൽക്കുന്നത് അവനെയും അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്, അഹമ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, നസായി ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാം, കുന്നാ നഅതുഹാ സിഫാഹൻ, ചടങ്ങ് നിൽക്കുക എന്ന ഏർപ്പാടുണ്ടല്ലോ അത് വ്യഭിചാരത്തിലായിരുന്നു ഞങ്ങൾ എണ്ണിയിരുന്നത്. അല്ല അഹദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ കാലത്ത്. അപ്പൊ പ്രവാചകന്റെ കാലത്ത് ആരെങ്കിലും ചടങ്ങ് നിൽക്കുകയാണെങ്കിൽ അത് വ്യഭിചാരത്തിന്റെ കൂട്ടത്തിലായിരുന്നു ഞങ്ങൾ എണ്ണിയിരുന്നത് എന്നാണ് ഹാക്കിം സ്വഹീഹായ പരമ്പരയോട് കൂടി ഉള്ള ഹദീസിൽ പറയുന്നത്. അതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അദ്ദേഹം അൻഹു ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചു, ലാ ഊതിയ ബി മുഹല്ലിലിൻ വലാ മുഹല്ലില ലഹു ഇല്ലാ റജംതുഹാ. ചടങ്ങ് നിൽക്കുന്നവനെയോ ആർക്ക് വേണ്ടിയാണോ ചടങ്ങ് നിൽക്കുന്ന അവനെയോ എന്റെ അടുക്കൽ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ അവനെ എറിഞ്ഞു കൊല്ലും എന്നായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത്. അപ്പൊ ഈ നിലക്ക് ഇത് ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോ ത്വലാഖ് 3 ഘട്ടമായിട്ടാ ചെല്ലേണ്ടത്, ഒന്നായിട്ടല്ല, ഒറ്റയടിക്കല്ല. 3 ഘട്ടമായി. ഒറ്റയടിക്ക് 3 ത്വലാഖും ചെല്ലൽ നിഷിദ്ധാണ്. അപ്പൊ ഖുർആനാണ് ഞാൻ ആദ്യം ഉദ്ധരിച്ചത്. ഖുർആനിലെ ആ വിഷയം അത്വലാഖ് മർറത്താനി, ത്വലാഖ് 2 ഘട്ടമായിട്ടാണ്. തിരിച്ചെടുക്കാവുന്ന ത്വലാഖ് 2 ഘട്ടമാണ്, 2 വട്ടാണ്. 3ാമത്തെ വട്ടം നിങ്ങൾ തലാഖ് ചെല്ലുമ്പോൾ ഒന്നുകിൽ നല്ല നിലക്ക് അവളെ പിടിച്ചു നിർത്താൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നല്ല നിലയിൽ തിരിച്ചേക്കുക. കാരണം എന്താ, മറ്റൊരാൾ വിവാഹം കഴിച്ച് ന്യായമായ കാരണങ്ങളാൽ തലാഖ് ചൊല്ലിയിട്ടല്ലാതെ അവളെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇനി ഒരാള് 3 തലാഖ് ഒന്നായി ചൊല്ലിയാൽ തന്നെ എന്താ, അത് ഒന്നേ ആവുള്ളൂ. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ കാലത്തും പിൽക്കാലത്തും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. നമ്മളെ ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്താണ്, മദ്ഹബുകളല്ല. അത് പിൽക്കാലത്തുണ്ടായതാണ്. മദ്ഹബുകൾ പിൽക്കാലത്തുണ്ടായതാണ്. അള്ളാഹു പറഞ്ഞെന്താ, ഞാൻ ആദ്യം പറഞ്ഞു അത്തലാഖ് മർറത്താനി. ഈ ഹദീസിന് പിന്നെ ആയത്തിനെ വിശദീകരിച്ച സൂറത്തുൽ ബഖറയിലെ 229 വചനാണ് അത്വലാഖ് മർറത്താനി. തിരിച്ചെടുക്കാവുന്ന ത്വലാഖ് 2 ഘട്ടമാണ്, 2 പ്രാവശ്യമാണ് എന്ന് പറഞ്ഞത്. ഈ ആയത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാര് ഒന്ന് അബൂ സഊദ് വൽ മഅന, ഈ ആയത്തിൽ പറഞ്ഞതിന്റെ താല്പര്യം എന്താ, അന്ന തത്ലീഖ ശറഈ തത്ലീഖത്തുൻ ബഅദ തത്ലീഖത്തുൻ, ശറഈയായ മതത്തില് ത്വലാഖ് ചെല്ലൽ ഒരു ത്വലാഖിന് ശേഷം മറ്റൊരു തലാഖായിട്ടാണ്.
അല തഫ്രീഖ് വേർപെടുത്തിക്കൊണ്ടാണ് തലാഖ് ചെല്ലേണ്ടത്, ഒന്നായിട്ടല്ല. അതാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ദൂനൽ ജമ്മി, ഒന്നായിട്ടുള്ളതല്ല. ബൈന തത്ലീഖത്തൈനി അവിശ്വലാശി, അന്ന രണ്ടും ചൊല്ലി മൂന്നും ചൊല്ലി എന്ന നിലക്ക് ഒന്നായിട്ട് ചൊല്ലാനല്ല ഇവിടെ പറഞ്ഞത്. ഘട്ടം ഘട്ടമായിട്ട് തലാഖ് ചൊല്ലി തിരിച്ചെടുക്കുകയും വീണ്ടും ചൊല്ലി തിരിച്ചെടുക്കുകയും ഈ ഘട്ടം ഘട്ടമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള തലാഖ്. വൈനദാലിക ബിദ്അത്തുൻ ഇൻദന, അങ്ങനെ ഒന്നായിട്ട് മൂന്ന് തലാഖും ഒന്നായിട്ട് ചൊല്ലൽ, അല്ലെങ്കിൽ പിന്നെ രണ്ട് തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞ് രണ്ട് തലാഖായി സ്വീകരിക്കല് നമ്മുടെ അടുക്കൽ ബിദ്അത്താണ്, അനാചാരമാണ് എന്നാണ് തഫ്സീർ അബൂ സഊദ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമുഖ മുഫസ്സിറ അബൂ സഊദ് അദ്ദേഹത്തിന്റെ തഫ്സീർ പറയുന്നത്. ഇനി അത്തലാഖ് മറത്താനി, രണ്ട് പ്രാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ദഫഅതാനി, രണ്ട് ഘട്ടമായിട്ടാണ്. വദാലിക ലാ യകൂനു ഇല്ലാ അലാ സബീലി തഫ്രീഖ്, രണ്ട് ഘട്ടമാകണമെങ്കിൽ വേർപെടുത്തിക്കൊണ്ട് തന്നെ അവൻ വ്യത്യസ്ത സമയങ്ങളിലോ അവൻ തലാഖ് ചൊല്ലേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ തഫ്സീർ. ഈ സൂറത്തുൽ ബഖറ 229 വചനത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നത്. അതുപോലെ യാഥാസ്ഥികരൊക്കെ അംഗീകരിക്കുന്ന ഒരു തഫ്സീറും കൂടിയാണ് തഫ്സീർ അബൂ ഹയ്യാൻ ബഹറുൽ മുഹീത്ത്. അദ്ദേഹവും അൽ ബഖറ 229 നമ്പർ വചനത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ശ്രദ്ധിക്കണം. ഞാൻ അൽ ബഖറ 229 വചനം പേജും പിന്നെ വാല്യൊന്നും പറയാത്ത കാരണം പല ഗ്രന്ഥങ്ങളിലും വാല്യവും പേജും പല കോലത്തിലേക്കും. ആയത്ത് പറഞ്ഞാൽ ആയത്തിന്റെ തഫ്സീർ നോക്കിയാൽ മതി, ആ നിലക്ക ആയത്ത് മാത്രം പറയും. അബൂ ഹയ്യാൻ അദ്ദേഹം പറഞ്ഞെന്താ, ലൗ ഖാല അന്ത ത്വാലിഖുൻ മറത്തൈനി ഔ സലാസ, ഒരാള് തന്റെ ഭാര്യയോട് നീ 2 വട്ടം തലാഖ് ചെല്ലപ്പെട്ടവളാണ് അല്ലെങ്കിൽ 3 വട്ടം തലാഖ് ചെല്ലപ്പെട്ടവളാണ് എന്നൊരാൾ പറഞ്ഞാൽ ഇന്നഹു ലാ യഖഉ ഇല്ലാ വാഹിദത്തൻ, ഒരു തലാഖ് മാത്രമേ സംഭവിക്കുള്ളൂ. ആരാ? അബൂ ഹയ്യാൻ. യാഥാസ്ഥികർ എപ്പോഴും തെളിവിന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഏതിനാ? പണ്ഡിതനാണ് അദ്ദേഹം, മുഫസ്സിറാണ്. അപ്പൊ അദ്ദേഹം പോലും പറയുന്നത് എന്താണ്, ഒരാള് നിന്റെ 2 തലാഖും ഞാൻ ചൊല്ലി, വേറൊരാൾ പറയാം 3 തലാഖും ചൊല്ലി എന്ന് പറഞ്ഞാൽ പോലും ഇന്നഹു ലാ യഖഉ ഇല്ലാ വാഹിദത്തൻ, ഒറ്റ തലാഖ് മാത്രമേ സംഭവിക്കുള്ളൂ. ബഹറുൽ മുഹീത്ത് അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ പേരാ. സൂറത്തുൽ ബഖറ ബഹറുൽ മുഹീത്ത് 229 നമ്പറുള്ള വചനം നമ്മൾ നോക്കിയാല് ഈ തഫ്സീർ കാണാൻ കഴിയും. അതുപോലെ ഇസ്മായിലുൽ ഹിഖി, അദ്ദേഹം ത്വരീഖത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ തഫ്സീർ അങ്ങനെ തന്നെ. ത്വരീഖത്തേരനാ ഇസ്മായിൽ ഹിഖി. അദ്ദേഹം പറഞ്ഞു മറത്താനി അത്തലാഖു മറത്താനി, തലാഖ് 2 പ്രാവശ്യം എന്ന് പറഞ്ഞത് ദഫഅതാനി, 2 പ്രാവശ്യം എന്ന് പറഞ്ഞത് 2 ഘട്ടായിട്ടാണ്. ദഫഅത്ത് എന്ന ഘട്ടം. വദാലിക ലാ യകൂനു ഇല്ലാ അലാ സബീലി തഫ്രീഖ്, വേർപിരിച്ചുകൊണ്ടല്ലാതെ വേർപെടുത്തിക്കൊണ്ടല്ലാതെ ആ 2 ഘട്ടത്തിലെ തലാഖ് സാധുവാകുന്നതല്ല. വേർപെടുത്തിയിട്ടാണ് തലാഖ്, ഒന്നായിട്ടല്ല എന്നാ ഇസ്മായിലിലേക്ക് ത്വരീഖത്ത് പണ്ഡിതനും പറയുന്നത്. തഫ്സീർ റൂഹുൽ ബയാൻ നോക്കുക, അൽ ബഖറ 229 നമ്പർ വചനത്തിന്റെ തഫ്സീർ നോക്കുക, റൂഹുൽ ബയാൻ. അതുപോലെ ജലാലുദ്ദീൻ സുയൂത്തി ശാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനാ. അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചിട്ടാ പറയുന്നത്. വഅഖ്റജ അബൂ ദാവൂദ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, അബൂ ദാവൂദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു. ഇബ്നു അബ്ബാസ് ഉദ്ധരിച്ചതായിട്ട് അബൂ ദാവൂദ് പറയാണ്, ഇദാ ഖാല അൻത ത്വാലിഖുൻ സലാസൻ, ഒരാള് തന്റെ ഭാര്യയോട് നീ 3 വട്ടം തലാഖ് ചെല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞാൽ ഫമിൻ വാഹിദിൻ, ഒരു വായക്ക് ഒറ്റ പ്രാവശ്യം നീ 3 പിന്നെ തലാഖ് ചെല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞാൽ വഹ്യ വാഹിദത്തുൻ, അത് ഒരു തലാഖായിട്ട് മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. ഒറ്റ തലാഖ് മാത്രമേ, 3 വട്ടം ഒറ്റ വായ കൊണ്ട് 3 വട്ടം നീ തലാഖ് ചെല്ലപ്പെടും. വഹ്യ വാഹിദത്തുൻ, അത് ഒരു വട്ടമായിട്ട് പരിഗണിക്കണം. അദ്ദുറുൽ മൻസൂർ 1-ാം വാല്യം 669 പേജ്. അതുപോലെ ഇമാം റാസി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമുഖനായ മുഫസ്സിറായി അംഗീകരിക്കപ്പെടുന്ന ആളാണ്. അന്നഹു ലൗ തല്ലഖഹ ഇസ്നൈനി ഔ സലാസൻ, ഒരാൾ തന്റെ ഭാര്യയെ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ തലാഖ് ചൊല്ലിയാൽ ലാ യഖഉ ഇല്ലാ വാഹിദത്തൻ,
ഒരൊറ്റ വട്ടായിട്ടേ പരിഗണിക്കപ്പെടുള്ളൂ. വഹാദൽ ഖൗലു ഹുവൽ അഖ്യസു, ഏറ്റവും ബുദ്ധിപൂർവകമായിട്ടുള്ളത് ഈ അഭിപ്രായത്തിനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീർ സൂറത്തുൽ ബഖറ 229 നമ്പർ വചനത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി ഉദ്ധരിക്കുന്നത്. അതുപോലെ ഇബ്നു കസീർ ഇദാ തലഖ്തഹ വാഹിദതൻ, നീ നിന്റെ ഭാര്യയെ ഒരു വട്ടം തലാഖിയല്ലേ, ഔ ഇസ്നതൈനി, അല്ലെങ്കിൽ 2 പ്രാവശ്യം, ഫഅൻത മുഖയ്യറുൻ ഫീഹാ മാദാമത്ത് ഇദ്ദത്തുഹാ ബാഖിയതൻ ബൈനൻ തർദഹ ഇലൈക, അവളുടെ ഇദ്ദ അവശേഷിക്കുന്ന കാലത്തോളം ഈ 1-2 പ്രാവശ്യം ഘട്ടമായിട്ട് അവളെ തലാഖ് ചെല്ലുകയാണെങ്കിൽ, ഇദ്ദ ബാക്കിയാകുന്ന കാലത്തോളം 1-2 തലാഖുകൾ ചെല്ലിയാൽ അവളെ തിരിച്ചെടുക്കാവുന്നതാണ് നിനക്ക്. നാവിയൻ അൽ ഇസ്ലാഹ ബിഹാ വൽ ഇഹ്സാനി ഇലൈഹ, അവളിലേക്ക് അവളോട് നന്മ ചെയ്യാൻ മനസ്സിൽ കരുതിക്കൊണ്ട് 1-2 തലാഖ് ചെല്ലിയാൽ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അവളെ തിരിച്ചെടുക്കുന്നതില് വിരോധമില്ല. ഇവിടെ ഇബ്നു കസീറും 3 തലാഖ് ഒന്നായിട്ടല്ല ചെല്ലാൻ പറയുന്നത്, ഘട്ടം ഘട്ടമായിട്ട്. സൂറത്തുൽ ബഖറ 229 നമ്പർ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീറിന്റെ തഫ്സീർ നോക്കുക, മനസ്സിലായി. ഈ ജലാലൈനി അത്തലാഖു മർറത്താനി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ജലാലൈനി പള്ളി ദർസിൽ കാര്യേറ്റവും തഫ്സീറ. അത്തലാഖു ഐ അത്തത്ലീഖുല്ലദി യുറാജിഉ ബഅദഹു, തിരിച്ചെടുക്കാൻ പറ്റുന്ന തലാഖ് എന്നാണ്. തിരിച്ചെടുക്കാൻ ഒന്നായിട്ടല്ല, ഒന്നായിട്ട് 3 ചെല്ലല്ല, തിരിച്ചെടുക്കാൻ പറ്റാവുന്ന തലാഖ് എത്ര? മർറത്താനി, 2 ഘട്ടാണ്. ഐ സുനത്താനി, 2 എന്നാണ് ജലാലൈനി സൂറത്തുൽ ബഖറ 229 നമ്പർ വചനത്തിന്റെ തഫ്സീർ ജലാലൈനിയും പറയുന്നത്. അപ്പൊ ഇതാണ് ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചു. മഹാന്മാരായ മുഫസ്സിറുകളുടെ അഭിപ്രായം, ഇതേ അഭിപ്രായം തന്നെയാണ് ഇമാം ബൈളാവി, ഇബ്നു ജരീർ തബരി പോലെയുള്ള പണ്ഡിതന്മാർ ഇതേ ആശയം തന്നെയാണ് എല്ലാവരും കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ കൊടുക്കാൻ കഴിയൂല. അപ്പൊ ഖുർആനിന് യാതൊരു ഖുർആൻ വ്യാഖ്യാതാക്കളോ ഖുർആൻ അള്ളാഹുവിന്റെ വചനത്തിലോ അതിന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലോ 3 തലാഖും ഒന്നായി സംഭവിക്കുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. ഈ 3 തലാഖും ചൊല്ലിയാൽ പോലും അത് 1 മാത്രമേ പരിഗണിക്കപ്പെടൂ എന്നാണ് ഈ തെളിവുകളിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ വിഷയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്താകാം, അതാണ് നമ്മൾ പറ്റിയത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാനത്ത് തലാഖു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കർ വസനതൈനി മിൻ ഖിലാഫത്തി ഉമറ തലാഖു സലാസി വാഹിദത്തുൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, പ്രവാചകൻ നെഞ്ചിൽ കൈവച്ചിട്ട് അല്ലാഹുമ്മ അല്ലിമുൽ ഖുർആന എന്ന് അദ്ദേഹത്തിന് നെഞ്ചിൽ വെച്ചിട്ട് പ്രവാചകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിന് വേണ്ടി, അള്ളാഹു അദ്ദേഹത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. ആ ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, കാനത്ത് തലാഖു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ത്വലാഖായിരുന്നു. അബീ ബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തും ഭരണകാലത്തും, വസനതൈനി മിൻ ഖിലാഫത്തി ഉമറ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലം 2 വർഷവും. എങ്ങനെയായിരുന്നു തലാഖ്? ത്വലാഖു സലാസി വാഹിദത്തുൻ, ആരെങ്കിലും 3 തലാഖും ചൊല്ലിയാൽ ഒന്നായിട്ട് മാത്രമേ പരിഗണിക്കപ്പെടാറുണ്ടായിരുന്നുള്ളൂ. നോക്കി, നബിന്റെ കാലത്ത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുഴുവൻ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം 2 കൊല്ലവും 3 തലാഖും ഒരു സഹാബി ചൊല്ലിയാൽ അത് ഒറ്റ തലാഖായിട്ട് നബി കണക്കാക്കിയിരുന്നുള്ളൂ. ഇതിനെന്താ സംഭവിച്ചത്? ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹുവിന്റെ 2 വർഷം കഴിഞ്ഞപ്പോൾ ചില ആൾക്കാര് ഈ തലാഖ് ഒന്നായിട്ട് ചൊല്ലുന്ന സമ്പ്രദായം തുടർന്നു എന്നാണ്. ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇന്നന്നാസ ഖദ് ഇസ്താജലു ഫി അംരിൻ, തീർച്ചയായും ജനങ്ങള് ഒരു കാര്യത്തിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഖദ് കാനത്തു ലഹും ഫീഹി അനാത്തുൻ, അള്ളാഹു അവർക്ക് സാവകാശം നൽകിയ ഘട്ടം ഘട്ടമായി അള്ളാഹു അനുവദിച്ച ഒരു കാര്യത്തിൽ അള്ളാഹു കൽപ്പിച്ചത് പരിഗണിക്കാതെ ചില ആളുകള് അതിൽ ധൃതി കൂട്ടി തലാഖിന്റെ വിഷയത്തിൽ 3 ഒന്നായിട്ട് ചൊല്ലി ധൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഫലൗ അൻളൈനാഹു അലൈഹിം, നാം അതേ കോലത്തിൽ തന്നെ അവർക്കിടയിൽ
അതേ നിയമം അവർക്കിടയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി? അല്ലാഹു അലൈഹിം, അങ്ങനെ അപ്രകാരം തന്നെ ഉമറുള്ളു അവർക്കിടയിൽ അത് നടപ്പിലാക്കുകയും ചെയ്തു. 3 തലാഖും നിങ്ങൾ ഒന്നായിട്ടാണ് ചൊല്ലിക്കോളും. നമ്മൾ മക്കളോട് പറയാലോ ദേഷ്യം പിടിച്ചിട്ട് മറ്റു പോയി കെട്ടിച്ചാടിക്കോന്ന്. ഉമറുള്ളു ദേഷ്യം പിടിച്ച് പറഞ്ഞൊരു സംഭവം അത് തെളിവാക്കി. ഇതാ സംഭവിച്ചത്. ഈ ഒരു തെളിവല്ലാതെ ലോകത്ത് ഒരു ഹദീസിന്റെ ലഈഫായ ഹദീസിന്റെ ഒരു മുറി പോലെ ഈ വിഷയത്തിലില്ല. ഇതാണ് വസ്തുത. ഉമറുള്ളു ജനങ്ങൾ തെറ്റായ ഒരു കാര്യം അതുപോലെ പിന്നെ ഇങ്ങനെ തൊലാത്ത് ചൊല്ലിയിട്ട് ഉമറുള്ളാനുവിന്റെ ഭരണകാലത്ത് ഔജ ലഹ്റൂന ഹദീസ് ബൈഹഖിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, അന്യായമായ തലാഖ്, ഈ 3 തലാഖ് ഒന്നായി ചെല്ലുന്ന ആളുകളെ ഉമറുള്ളാന്റെ ചാട്ടവാർ കൊണ്ട് അടിച്ചിരുന്നു. അങ്ങനെ അടിച്ചിട്ടും ജനങ്ങൾ വീണ്ടും അത് തുടർന്നപ്പോഴാണ് എന്തിനാണ് ചെയ്തുകൂടിന്ന്. ആ ചെയ്തുകൂടി ദേഷ്യപ്പെട്ട് വന്നത് പിൽക്കാലത്ത് വന്ന ആൾക്കാരെ തെളിവാക്കണ്ടേ. ഈ ഹദീസ് പിന്നെ ഇമാം മുസ്ലിം 1472 നമ്പറായിട്ട് ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉദ്ധരിച്ച ഹദീസ്. അതുപോലെ സഹീഹ് മുസ്ലിം 5-ാം വാല്യം 327-ാം പേജ് പരിശോധിച്ച ഹദീസ് കാണാൻ കഴിയും. താവൂസ് റിപ്പോർട്ട് ചെയ്യാണ് അന്ന അബു സുഹബ റളിയല്ലാഹു അൻഹു ഖാല ലി ഇബ്നു അബ്ബാസ്, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഹാത്തി മിൻ ഹനാത്തിക, മുഴുവൻ അറിവും പ്രകടിപ്പിക്കണം. താങ്കളുടെ അടുക്കലുള്ള വിജ്ഞാനപ്രദമായ ഈ വിഷയത്തില്, ഈ മുത്തലാഖിനെ സംബന്ധിച്ച് താങ്കളുടെ മനസ്സിൽ എന്തെല്ലാം അറിവുണ്ടോ അത് മുഴുവൻ താങ്കൾ എന്റെ മുന്നിൽ പ്രകടിപ്പിക്കണം. ഹാത്തി മിൻ ഹനാത്തിക അലം യകുനി തലാഖു സലാസു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കറിൻ വാഹിദത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും 3 തലാഖ് ഒരാൾ ഒന്നായി ചൊല്ലിയാൽ അത് ഒന്നായിട്ടല്ലേ പരിഗണിക്കപ്പെട്ടിരുന്നത് എന്ന് ചോദിക്കാണ്. അബൂ സുബാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ്. വഖാല, അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് കാനദാലിക, തീർച്ചയായും അപ്രകാരം തന്നെയായിരുന്നു. നബിയുടെ കാലത്തോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോ ഏതെങ്കിലും ഒരു സഹാബി 3 തലാഖും ഒന്നായി ചൊല്ലിയാൽ ഒപ്പം ചൊല്ലിയാൽ അത് ഒറ്റ തലാഖായിട്ട് മാത്രമേ പരിഗണിക്കപ്പെട്ടിരുന്നുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു, എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം വന്നപ്പോൾ ജനങ്ങൾ അധികരിപ്പിച്ചു. ത്വലാഖിലെ ഇസ്ലാം അംഗീകരിക്കാത്ത ത്വലാഖ് അവര് പിന്നെ നടപ്പിൽ വരുത്തിന്ന് ജനങ്ങള്. അങ്ങനെ അവർക്ക് അദ്ദേഹം അത് അനുവദിച്ചു കൊടുത്തു. അന്യായമായിട്ട് ഞാൻ പറഞ്ഞ അതിന് ദേഷ്യപ്പെട്ടിട്ട് ഇബിനു തൈമിയ്യൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടത്. ഉമറുള്ളാഹു ജനങ്ങളെ അടിച്ചിട്ടും അവര് ഈ 3 തലാഖും ഒന്നായിട്ട് ചെല്ലാൻ തുടങ്ങിയപ്പോൾ ദേഷ്യപ്പെട്ട് പറഞ്ഞതാ. അങ്ങനെയാണ് ഇവർക്ക് അനുവദിച്ചു കൊടുത്തത്. ഈ ഹദീസ് അല്ലാതെ പ്രവാചകൻ ഉമറുള്ളാഹുവിന്റെ കാലത്ത് അങ്ങനെ നടന്നാൽ പോലെ ഇസ്ലാമിലെ രേഖയല്ല. കാരണം നമ്മൾ പഠിച്ചതെന്താ, ഖുർആനും സുന്നത്തിനും എതിരിൽ, പ്രവാചകന്റെ ചര്യക്കെതിരെ സഹാബിയുടെ വാക്ക് പ്രമാണമല്ല. അത് ഇമാം ഷാഫി നവവിയൊക്കെ പറഞ്ഞ അഭിപ്രായം. അപ്പൊ ആ നിലക്കും ഈ ഉമറുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ ഉമറുള്ളാഹിനെ അനുവദിച്ചിരുന്നെങ്കിൽ പോലും ശരി, അത് 3 തലാഖ് അനുവദനീയമല്ല. കാരണം നബിന്റെ ചര്യക്കെതിരാണ്, ഖുർആാനിനെതിരാണ്. ഖുർആനും സുന്നത്തിന് എതിരാണെങ്കിൽ ഏത് സഹാബി പറഞ്ഞാലും അത് ഇസ്ലാമിലെ പ്രമാണാക്കാൻ പറ്റൂല. അപ്പൊ ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. സഹീഹ് മുസ്ലിം 5-ാം വാല്യം 328-ാം പേജ് പരിശോധിച്ച ഹദീസ് കാണാൻ കഴിയും. അതുപോലെ സുനൻ അബൂദാവൂദില് സുനനി അബി ദാവൂദ് അബി സുഹബാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ സുബ്ഹാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് നഹ്വാദ. ഇതുപോലെ മറ്റൊരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ കാലത്തോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തോ 3 തലാഖ് ഒരാൾ ചൊല്ലിയാൽ അത് 1 മാത്രമായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നുള്ളൂ. ശറഹ് മുസ്ലിം 5-ാം വാല്യം 328-ാം പേജിൽ തന്നെ ഹദീസ്. ഇനി മറ്റൊരു ഹദീസ്, സഹാബത്തിന്റെ കാലത്ത്, പ്രവാചകന്റെ കാലത്ത് 3 തലാഖും ചൊല്ലിയ ഒരു സംഭവം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് കാല തല്ലക റുഖാന റളിയല്ലാഹു അൻഹു ഇംറാഅത്തു സലാസൻ ഈ മജ്ലിസ് വാഹിദ്, ഒറ്റ ഇരിപ്പിൽ വെച്ചിട്ട് 3 തലാഖും ഒന്നായിട്ട് റുഖാന റളിയല്ലാഹു അൻഹു ചൊല്ലി തന്റെ ഭാര്യയെ 3 തലാഖും ഒന്നായി ചൊല്ലി. ഫഹസിന അലൈഹാ ഹുസ്നൻ ശദീദ, അതിന്റെ പേരിൽ അവളെ തിരിച്ചെടുക്കാൻ കഴിയാതെ അദ്ദേഹം വളരെ ദുഃഖിച്ചിട്ട് അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ ചെന്നു. നബിയെ, ഞാൻ എന്റെ ഭാര്യയെ 3 തലാഖും ഒന്നായിട്ട് ചൊല്ലിക്കഴിഞ്ഞു, നീ എന്ത് ചെയ്യണം എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ തല്ലഖഹാ, നബി അദ്ദേഹത്തോട് ചോദിച്ചു, റുഖാന നീ എങ്ങനെയാണ് അവളെ തലാഖ് ചൊല്ലിയത്? ഖാല സലാസൻ ഫീ മജ്ലിസി വാഹിദിൻ, ഞാൻ ഒറ്റ ഇരിപ്പില് ഒറ്റ അടിക്ക് ഒറ്റ വായ കൊണ്ട് 3 തലാഖും ഒന്നായിട്ട് ചൊല്ലാണ് നബിയെ ഞാൻ ചെയ്തത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി പറഞ്ഞു, ഇന്നമാ തിൽക വാഹിദത്തുൻ, അത് 1 തലാഖ് മാത്രമാണ്. ഫർതജിഅഹാ, നീ അവളെ തിരിച്ചെടുത്തോ, നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ. ഒരു റിപ്പോർട്ടിൽ എങ്ങനെയുണ്ട്, നീ ഉദ്ദേശിക്കുന്ന പക്ഷം തിരിച്ചെടുത്തോ, പക്ഷെ 3 തലാഖ് നീ ഒറ്റ ഇരിപ്പിന് ചൊല്ലിയെങ്കിൽ അത് ഒന്നായിട്ട് പരിഗണിച്ചാൽ മതി. ഈ ഹദീസ് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ നബി കോപ്പിച്ച് ദേഷ്യപ്പെട്ട ഒരു സംഭവം 3 തലാഖും ഒന്നായി ചൊല്ലിയതിന്റെ പേര്. പ്രവാചകന്റെ മുന്നിൽ വെച്ച് ഒരു സഹാബി ജമിയ, ഒറ്റയടിക്ക് 3 തലാഖും തന്റെ ഭാര്യയെ നബിയുടെ മുന്നിൽ വെച്ച് ഒരാൾ ചൊല്ലി. പ്രവാചകൻ കോപ്പിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, കിതാബില്ല ബൈനാഹുരിക്കും, ഞാൻ നിങ്ങളിൽ ഉണ്ടായിരിക്കെ നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് കളിക്കുകയാണോ എന്ന് പ്രവാചകൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു. ഇത് നസായി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ ഈ നിലക്ക് പ്രവാചകന്റെ ചര്യയിലും 3 തലാഖ് ഒന്നായിട്ട് ചൊല്ലലില്ല. അങ്ങനെ ചൊല്ലിയാൽ തന്നെ 1 തലാഖായിട്ട് മാത്രമേ പരിഗണിക്കപ്പെടുള്ളൂ. ഇനി ഇസ്ലാമിക പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ എന്ത് നയാണ് സ്വീകരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാരങ്ങനെ തന്നെയാണ്. 3 തലാഖും ഒന്നായിട്ട് ചൊല്ലിയാൽ 1 തലാഖ് മാത്രമേ സംഭവിക്കുള്ളൂ. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ഒരുപാട് ചില ആൾക്കാർ അത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്, 3 തലാഖും ഒന്നായിട്ട് ചൊല്ലിയാൽ ഒന്നേ സംഭവിക്കുക എന്നൊക്കെ ഉള്ളത് ഒറ്റപ്പെട്ട അഭിപ്രായം. അത് ഖുർആന്റെ സുന്നത്തിന്റെ എല്ലാം ചില വാദക്കാര് തെറ്റായ വാദം ഉന്നയിച്ചപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ഫത്വൽ ബാരി 12-ാം വാല്യം 30-ാം പേജിൽ പറയാം, ഒറ്റപ്പെട്ട വാദമൊന്നല്ല, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. 3 തലാഖ് ചൊല്ലിയാൽ 1 തലാഖേ സംഭവിക്കുള്ളൂ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ജുബൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്നു മുഹൈസ് ഈ കിതാബിൽ വസായിഖ് എന്ന ഗ്രന്ഥത്തില് ഇപ്രകാരം ആരും ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മുഹൈസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഫത്വൽ ബാരി 12-ാം വാല്യം 30-ാം പേജില് ഇബ്നു ഹജർ വീണ്ടും ഉദ്ധരിക്കുന്നു. ഇബ്നുൽ മുൻദിർ 3 തലാഖും ചൊല്ലിയാൽ 1 തലാഖ് മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് ഇബ്നുൽ മുൻദിറും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അത്താർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അത്താർ റളിയല്ലാഹു അൻഹു ആരാ? പ്രമുഖനായ സഹാബിയിൽപ്പെട്ട ഒരു സഹാബിയാണ്. അദ്ദേഹത്തിന് ഉദ്ധരിച്ചിട്ടുണ്ട്. താവൂസിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അംറബിന് ദീനാറിന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഫത്വൽ ബാരി 12-ാം വാല്യം 30-ാം പേജ്. അതുപോലെ അൽ മദാഹിബുൽ അർബ അബ്ദുറഹ്മാൻ ഇബ്നുൽ ജസീരി 4 മദ്ഹബിന്റെ അഭിപ്രായങ്ങളും എടുത്ത് തന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ആളാണ് അദ്ദേഹം പറയുന്ന സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അന്ന ഇബ്നു അബ്ബാസ് കാലകാലിക്ക 3 തലാഖും ചൊല്ലിയാൽ ഒറ്റയടിക്ക് ചൊല്ലിയാൽ 1 തലാഖേ സംഭവിക്കുള്ളൂ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായത്തില് ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായത്തെ അനുകരിക്കുന്നതിൽ തെറ്റില്ല, സഹിയാണ്. എന്താണ്? പിന്നെ അൽ മദാഹിബുൽ അർബ അബ്ദുറഹ്മാൻ ജസീരി അൽ മദാഹിബുൽ അർബ 4-ാം വാല്യം 341-ാം പേജ്. അതുപോലെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞെന്താ, ഖദ് സഹഹു
പ്രവാചകനിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അന്ന സലാസ കാനത്ത് വാഹിദത്തൻ ഫീ അഹദിഹി വഅഹദി അബീ ബക്കർ വസദറ മിൻ ഖിലാഫത്തി ഉമർ റളിയല്ലാഹു അൻഹു. ഫിഖ് സുന്ന സയ്യിദ് സാബിക്ക് തന്റെ ഫിഖ് സുന്ന 2-ാം വാല്യം 270-ാം പേജിൽ ഉദ്ധരിച്ചതാണ് ഇബ്നുൽ ഖയ്യിമിന്റെ പ്രസ്താവന. അത് സ്വഹീഹു സല്ലല്ലാഹു അലൈഹി നബിയിൽ നിന്നും സ്വഹീഹായി വന്നിട്ടുണ്ട്. അന്ന സലാസ കാനത്ത് വാഹിദത്തൻ, 3 തലാഖും ആരെങ്കിലും ചൊല്ലിയാൽ അത് ഒന്നായിട്ട് മാത്രമേ പരിഗണിക്കപ്പെടാറുണ്ടായിരുന്നുള്ളൂ. കാനത്ത് വാഹിദത്ത് ഫീ അഹദിഹി, പ്രവാചകന്റെ കാലത്ത്, വഅഹദി അബീ ബക്കർ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തും, വസദറ മിൻ ഖിലാഫത്തി ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തിന്റെ ആദ്യ കാലഘട്ടത്തിലും അപ്രകാരമായിരുന്നു. ഫിഖ് സുന്ന 2-ാം വാല്യം 270-ാം പേജ്. അദ്ദേഹം വീണ്ടും പറയാം സയ്യിദ് സാബിക്ക് ഉമർ റളിയല്ലാഹു അൻഹു അൻ യഹ്മില الناس على انفاذ ثلاث عقوبة وزجرا لهم. സയ്യിദ് സാബിക്ക് പറയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ 3 തലാഖും അവരിൽ നടപ്പിൽ വരുത്താൻ, 3 തലാഖും ഒരാൾ ചൊല്ലിയാൽ അത് തലാഖാവും എന്ന ഈ അവസ്ഥ അവരിൽ ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിൽ വരുത്താൻ കാരണം ഉഖൂബത്തല്ലഹും, അവർക്ക് ശിക്ഷയായിക്കൊണ്ടാണ്. ദേഷ്യപ്പെട്ട് അവർ ശിക്ഷ എന്ന നിലക്കാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ പ്രസ്താവന നടത്തിയത്, അല്ലാതെ സുന്നത്ത് എന്നുള്ള നിലക്കല്ല. ഖുർആനും സുന്നത്തിന് വിരുദ്ധമായിട്ട് ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവന നടത്തൂല. അതാണ് ഫിഖ് സുന്ന 2-ാം വാല്യം 270-ാം പേജിൽ ഇബ്നു തൈമിയ്യ ഈ വിഷയത്തെ പറ്റി വകദാലിക, അപ്രകാരം ത്വായിഫത്തുൻ മിൻ അസ്ഹാബി മാലിക്, 3 തലാഖ് ഒരാൾ ചൊല്ലിയാൽ, ഒന്നായി ചൊല്ലിയാൽ ഒരു ത്വലാഖേ സംഭവിക്കുള്ളൂ എന്നാ ആരൊക്കെ പറഞ്ഞത്? ത്വായിഫത്തുൻ മിൻ അസ്ഹാബി മാലിക്, ഇമാം മാലിക്കിന്റെ മദ്ഹബത്ത് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അത്. അബീ ഹനീഫ, അബൂ ഹനീഫയുടെയും അഹ്മദ്, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പണ്ഡിതന്മാർ പറഞ്ഞിരുന്ന കാലം അവർ പറഞ്ഞു ഇന്ന ജമ്മത്ത് തലാഖ്, ഇന്ന ജമ്മത്ത് തലാഖ് സലാസ് മുഹറമുൻ ബിദ്അത്തുൻ, 3 തലാഖും ഒന്നായിട്ട് ചൊല്ലൽ ഹറാമാക്കപ്പെട്ടതും അനാചാരവുമാണ്, വിദേഹത്തുമാണ്. ഇതാണ് ഇമാം മാലിക്കിന്റെ മദ്ഹബിൽ നിന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിൽ നിന്ന് ഒരു വിഭാഗം ആളുകളുടെ അഭിപ്രായം, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബിൽ നിന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. 3 തലാഖും ഒന്നായി ചൊല്ലിയാൽ അത് ഹറാമുമാണ്, വിദേഹത്തുമാണ്. എന്തുകൊണ്ട് അങ്ങനെ ആയത്, ഹറാമും വിദേഹത്തായത്? കാരണം അവരുടെ അടുക്കല് അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ ചര്യയും യദുല്ലാനി അലാ ദാലിക, അപ്രകാരമാണ് അവർക്ക് തെളിവ് നൽകുന്നത്. ഖുർആനും സുന്നത്തും തെളിവ് നൽകുന്നത് 3 തലാഖും ഒന്നായി ചൊല്ലിയാൽ അത് ഒന്നേ ആകുള്ളൂ എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇബ്നു തൈമിയ്യ തന്റെ ഫതാവൽ കുബ്ര, ഇബ്നു തൈമിയ്യക്ക് ഇബ്നു ഹജർ ഹൈതമിക്കുള്ളത് പോലെ ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹു എന്തുണ്ട്, ഫതാവൽ കുബ്ര എന്ന ഗ്രന്ഥമുണ്ട്. ഏറ്റവും വലിയ ഫത്വകൾ ഉൾപ്പെടുന്ന ഗ്രന്ഥാണത്. അതിന്റെ 1-ാം വാല്യം 383-ാം പേജില് ആണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിലെ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമില്ല. അത് ഖുർആൻ അംഗീകരിച്ചിട്ടില്ല, പ്രവാചകൻ അംഗീകരിച്ചിട്ടില്ല, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണകാലം മുഴുവൻ അംഗീകരിച്ചിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം 2 വർഷം വരെ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലായിരുന്നു. പിന്നീട് ജനങ്ങളെ 3 തലാഖും ഒന്നായി ചൊല്ലാൻ തുടങ്ങുകയും അള്ളാഹുവും റസൂലും അവർക്ക് സാവകാശം അനുവദിച്ചൊരു വിഷയത്തിൽ അദ്ദേഹം ധൃതിപ്പെടുകയും ജനങ്ങൾ ധൃതിപ്പെട്ട് കണ്ടപ്പോൾ പലരെയും അദ്ദേഹം ചാട്ടവാറ് കൊണ്ട് അടിച്ച് തെറ്റിക്കുകയും എന്നിട്ടും ഈ സമ്പ്രദായം നടപ്പിൽ വന്നപ്പോൾ ജനങ്ങൾ അതിന് ഒഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ശിക്ഷ എന്ന നിലക്ക് ഞാൻ ചെയ്തോളെന്ന് പറഞ്ഞു. അതാണ് പിൽക്കാലത്തുള്ള ചില നേതാക്കളും ഇമാമുകളൊക്കെ മുത്തലാഖിന് തെളിവായി ഉദ്ധരിച്ചത്. അതൊരിക്കലും ഇസ്ലാമിന്റെ പ്രമാണമല്ല. ഇസ്ലാമിന്റെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാണ്.